അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനി യൂറോപ്പിലെ ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെയാണ് വംശഹത്യയ്ക്ക് ഇരയാക്കിയത്. തടങ്കൽ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വെമ്പൽ പൂണ്ട ജൂതന്മാർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും സ്വത്തും ജീവനും രക്ഷിക്കാൻ വേണ്ടിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി. അത്തരത്തിൽ ഓടിപ്പോയ അഭയാർത്ഥികളായ ജൂതന്മാരെ അന്ന് സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. എല്ലാവരും വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ അഭയം തേടി അലഞ്ഞ ആയിരക്കണക്കിന് വരുന്ന ജൂത അഭയാർത്ഥികൾക്ക് അന്ന് അഭയം കൊടുത്തത് ഫലസ്തീനികളായിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം പിന്നീട് അഭയം കൊടുത്ത ആ ജനങ്ങളെ തന്നെ അവിടെ നിന്നും തുരത്തിയോടിച്ച ജൂതന്മാരെയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ഫലസ്തീൻ ജനങ്ങൾക്ക് നേരെ കൊടിയ പീഡനങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിട്ടു. അവരുടെ ഭൂമി ഓരോന്നായി കയ്യേറി. അന്ന് തുടങ്ങിയ ആ പീഡനങ്ങളും പ്രയാസങ്ങളും ഫലസ്തീൻ ജനത ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേലിൽ നിന്നും ജൂതന്മാർ അവിടെ സമാധാനവും സ്വൈര്യവും കിട്ടാതെ മറ്റു രാജ്യങ്ങളിലേക്ക് നാടുവിട്ടു പോകുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. യാത്രാ ഡാറ്റ ഉപയോഗിച്ച് ടെൽ അവീവ് സർവകലാശാലയിലെ ഗവേഷകർ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. യുദ്ധവും വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും കാരണം കഴിഞ്ഞ 3 വർഷത്തിനിടെ 45,000 മുതൽ 50,000 വരെ ഇസ്രായേലികൾ രാജ്യം വിട്ടുപോയി എന്നുള്ള വിവരമാണ് അവർ പുറത്തുവിട്ടത്. 2025 ഇസ്രായേലിൽ നിന്നും ആളുകൾ കൂട്ടത്തോടുകൂടി മറ്റു രാജ്യങ്ങളിലേക്ക് നാട് വിട്ടുപോകുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നും തുടർച്ചയായ 3-ാം വർഷവും ഏകദേശം 50,000-ഓളം ഇസ്രായേലികൾ 12 മാസത്തിലേറെയായി രാജ്യം വിട്ടുവെന്നാണ് ടെൽ അവീവ് സർവകലാശാലയിലെ ഗവേഷകർ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. 2023-ലും 2024-ലും ഏകദേശം 49,000 ഇസ്രായേലികൾ 1 വർഷത്തിലേറെയായി രാജ്യം വിട്ടതിന് ശേഷം സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള യാത്രാ ഡാറ്റ സൂചിപ്പിക്കുന്നത് 2025-ലും ഈ പ്രവണത തുടർന്നുവെന്നാണ്. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ഇറ്റായ ആറ്ററാണ് ടൈംസ് ഓഫ് ഇസ്രായേലിനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഇത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. ദി ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം തന്നെ അവർ തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ട വാർത്തയാണ്. ആ വാർത്തയുടെ വിശദവിവരങ്ങൾ ഇവിടെ കൊടുക്കാം. 2025 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കുടിയേറ്റ നിരക്കാണ്. തുടർച്ചയായ 3-ാം വർഷവും നിരവധി ജൂതന്മാരും ഇസ്രായേലി പൗരന്മാരും രാജ്യം വിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ അഭയാർത്ഥികളെപ്പോലെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം രാജ്യമെന്നും വാഗ്ദത്ത ഭൂമിയെന്നും ഇസ്രായേൽ അവകാശപ്പെട്ട ആ മണ്ണിൽ നിന്ന് ജനങ്ങളിങ്ങനെ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരിയുടെ അടങ്ങാത്ത യുദ്ധക്കൊതിയും ഗസയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയും കാരണം ഇസ്രായേൽ എന്ന രാജ്യം ഇന്ന് അകത്തുനിന്ന് തകർന്നടിയുകയാണ്. മറ്റുള്ളവരുടെ ഭൂമി തട്ടിയെടുത്ത് ഫലസ്തീനികളെ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കിയവർ ഇന്ന് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ ഭയന്ന് നാടുവിടുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇത് കാലത്തിൻ്റെ വലിയൊരു നീതിയാണ്. നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹു എന്ന രാഷ്ട്രീയക്കാരൻ്റെ നിലനിൽപ്പ് തന്നെ യുദ്ധത്തിലാണ്. നിരവധി അഴിമതി കേസുകൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേരിലുണ്ട്. ആ അഴിമതി കേസുകളിൽ നിന്നും ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ ബെഞ്ചമിൻ നെതന്യാഹു തിരഞ്ഞെടുത്ത വഴിയെന്നുള്ളത് നിരപരാധികളായ ഫലസ്തീനികളുടെ ചോരയാണ്. യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ കരിയറും അവസാനിക്കും. നെതന്യാഹു വിചാരണ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകളെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നു. നെതന്യാഹുവിൻ്റെ ഈ തന്ത്രം ഇസ്രായേലിലെ ജനങ്ങൾ ഇന്നത് തിരിച്ചറിയുന്നുണ്ട്. ഈ യുദ്ധം ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കായുള്ളതല്ല, മറിച്ച് നെതന്യാഹുവിൻ്റെ കസേര സംരക്ഷിക്കാനുള്ളതാണെന്ന് ആ ജനങ്ങൾ മനസ്സിലാക്കി. നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതി കാരണത്താൽ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയി. സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു. സൈനികർക്ക് യുദ്ധം ചെയ്തു മടുത്തു. ഈ വഞ്ചനാപരമായ ഭരണത്തിനും അനീതിക്കും ഇരയാകാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഡോക്ടർമാരും IT പ്രൊഫഷണലുകളും അടക്കം ഇസ്രായേൽ വിട്ടുപോകുന്നത്. മറുഭാഗത്ത് ഗസയിൽ നടക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രൂരമായ ആസൂത്രിത വംശഹത്യയാണ്. ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും എല്ലാം ബോംബിട്ട് തകർക്കപ്പെടുന്നു. 10,000-കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ് ഈ ആക്രമണത്തിൽ അവർ കൊലപ്പെടുത്തിയത്. ഗസയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മരുന്നില്ല, ആഹാരമില്ല. അവരെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ച് ഭൂമി പിടിച്ചെടുക്കാനാണ് ഇസ്രായേലി ഭരണകൂടം നിരന്തരമായി ശ്രമിക്കുന്നത്. എന്നാൽ ഇത്രയധികം ക്രൂരതകൾ ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ ജനങ്ങളോട് കാണിക്കുമ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ ജനങ്ങളുടെ ആത്മവീര്യമാണ്. സർവ്വതും നഷ്ടപ്പെട്ടിട്ടും സ്വന്തം മണ്ണിൽ നിന്ന് ഓടിപ്പോകാൻ അവർ ഒരിക്കലും തയ്യാറല്ല. ബോംബുകൾക്ക് നടുവിലും അവർ തങ്ങളുടെ അവകാശങ്ങൾക്കായി ഉറച്ചു നിൽക്കുകയാണ്. ജനിച്ചു വീണ സ്വന്തം നാടിനോടുള്ള അവരുടെ സ്നേഹവും ഇച്ഛാശക്തിയും ഇസ്രായേലിൻ്റെ അത്യാധുനിക ആയുധങ്ങളെക്കാൾ ശക്തിയുള്ളതാണെന്ന് അവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 1948 മുതൽ ഫലസ്തീനികളെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും വീടുകളിൽ നിന്നും ആട്ടിയോടിച്ച് കുടിയേറ്റക്കാരാക്കിയ ചരിത്രമാണ് ഇസ്രായേലിൻ്റേത്. ഫലസ്തീനികളുടെ രക്തത്തിനും കണ്ണീരിനും മുകളിലാണ് അവർ രാജ്യം പടുത്തുയർത്തിയത്.
ലക്ഷക്കണക്കിന് ഫലസ്തീനികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് ചരിത്രം തിരിച്ചടിക്കുകയാണ്. ഫലസ്തീനികളെ കുടിയേറ്റക്കാരാക്കാൻ ശ്രമിച്ച ഇസ്രായേലിൽ നിന്ന് ഇന്ന് സ്വന്തം ജനങ്ങൾ തന്നെ കൂട്ടത്തോടുകൂടി നാടുവിടുന്നു. 2023, 24, 25 വർഷങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ പ്രയാണമാണ്. അനീതിയുടെയും ക്രൂരതയുടെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു രാജ്യത്തിന് ശാശ്വതമായ ഭാവിയില്ല എന്ന് സ്വന്തം പൗരന്മാർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്ന് നോക്കിയാൽ നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒരു ഒറ്റപ്പെട്ട രാജ്യമായി മാറിക്കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിലും തെരുവുകളിലും ഫലസ്തീൻ അനുകൂലമായ പ്രതിഷേധങ്ങൾ അലകടലായി ഇരമ്പുകയാണ്. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അന്താരാഷ്ട്ര കോടതികൾ ഇസ്രായേലിൻ്റെ നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടുകളിലേക്ക് കടക്കുന്നു. ഇസ്രായേലിലെ ആഭ്യന്തര സാഹചര്യം തീർത്തും വഷളായിക്കൊണ്ടേയിരിക്കുന്നു. സാമ്പത്തിക തകർച്ച, സുരക്ഷയില്ലായ്മ, ഭാവിയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം എന്നിവ കാരണം അവിടുത്തെ ജനങ്ങൾ കടുത്ത നിരാശയിലാണ്. ഈ രാജ്യത്ത് തങ്ങൾക്കോ തങ്ങളുടെ മക്കൾക്കോ സുരക്ഷിതമായ ഒരു ഭാവിയില്ലെന്ന് ഉറപ്പായതോടുകൂടിയാണ് അവരിൽ ഭൂരിഭാഗവും രാജ്യം വിടുന്നത്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ലോകമെമ്പാടുമുള്ള എല്ലാ ജൂതന്മാരും സയനിസ്റ്റ് രാഷ്ട്രീയത്തെയോ ഇസ്രായേൽ സർക്കാരിൻ്റെ നയങ്ങളെയോ പിന്തുണയ്ക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്ക, UK, അങ്ങനെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ധാരാളം ജൂത സംഘടനകളും വ്യക്തികളും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്രായേൽ സർക്കാരിൻ്റെ സൈനിക നടപടികളെ വിമർശിച്ചുകൊണ്ടും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാറുണ്ട്. അതിനുദാഹരണമാണ് ജൂയിഷ് വോയിസ് ഫോർ പീസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ. ഇസ്രായേലിനുള്ളിൽ തന്നെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരിനും അവരുടെ യുദ്ധനയങ്ങൾക്കും ഭരണപരിഷ്കാരങ്ങൾക്കുമെതിരെ ലക്ഷക്കണക്കിന് ഇസ്രായേലി പൗരന്മാർ നിരന്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പാഠമുണ്ട്. അക്രമവും അധിനിവേശവും കൊണ്ട് കെട്ടിപ്പടുക്കുന്ന ഒരു സാമ്രാജ്യത്തിനും നിത്യമായി നിലനിൽക്കാനാവില്ല. ഗസയിലെ നിരപരാധികളുടെ കണ്ണീരും ചോരയും ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക് തന്നെ വഴിവെക്കുകയാണ്. സ്വന്തം ജനങ്ങൾ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു രാജ്യമായ ഇസ്രായേൽ മാറുമ്പോൾ ഫലസ്തീൻ്റെ വിമോചനവും സ്വതന്ത്രപുലരിയും വിദൂരമല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഫലസ്തീന് നീതി ലഭിക്കും വരെ ഗസയിലെ ജനങ്ങളുടെ വീരപോരാട്ടത്തിന് ലോകം സല്യൂട്ട് അടിച്ചുകൊണ്ടേയിരിക്കും.